നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ്. അവധിക്കാലത്ത് UAE-യിലെത്തിയ പ്രവാസി കുടുംബങ്ങളുടെ തിരിച്ചുപോക്ക് ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിർണായക നീക്കം വിമാന കമ്പനികൾ നടത്തിയിരിക്കുന്നത്. ഈ മാസം ആദ്യവാരം ഉണ്ടായിരുന്നതിനേക്കാൾ ഇരട്ടിയിലേറെ നിരക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ് വിമാന കമ്പനികൾ. ജൂൺ ആദ്യവാരം ബലിപ്പെരുന്നാൾ കൂടിയാണ്. നിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. UAE-യിലെ മധ്യവേനൽ അവധി ജൂൺ 26-ന് തുടങ്ങും. അതിനിടയിലാണ് നിരക്ക് വർധന. ഉയർന്ന നിരക്ക് കുറയണമെങ്കിൽ സെപ്റ്റംബർ പകുതി കഴിയുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അതുവരെ പ്രവാസി കുടുംബങ്ങൾക്ക് നാട്ടിൽ പോയി തിരിച്ചെത്താൻ ടിക്കറ്റിന് മാത്രം ലക്ഷങ്ങൾ മാറ്റിവെക്കേണ്ടുന്ന സ്ഥിതിയാണ്. നാട്ടിൽ 2 മാസത്തെ സന്ദർശക വിസയിൽ UAE-യിലെത്തിയ കുടുംബങ്ങളാണ് സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായി തിരിച്ചുപോക്ക് തുടങ്ങിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മടക്കയാത്രയ്ക്ക് തിരക്കും നിരക്കും വർദ്ധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലൂടെ അടുത്ത 2 ആഴ്ചകളിൽ നാട്ടിലേക്ക് നേരിട്ടുള്ള വിമാനത്തിൽ വൻ തുകയാണ് ടിക്കറ്റ് നിരക്ക്. ഈ മാസം ആദ്യവാരം 400 ദിർഹത്തിന് വൺ വേ നാട്ടിലേക്ക് കിട്ടിയിരുന്ന ടിക്കറ്റിന് ഇപ്പോൾ 900 ദിർഹത്തിന് മുകളിലാണ് നിരക്ക്. ബുക്ക് ചെയ്യാൻ വൈകുന്തോറും നിരക്ക് കൂടി വരുന്നത് പ്രവാസി കുടുംബങ്ങൾക്ക് വലിയ രീതിയിൽ പ്രയാസമാകുന്നുണ്ട്. 4 അംഗ കുടുംബത്തിന് നാട്ടിൽ പോകണമെങ്കിൽ കുറഞ്ഞത് 4000 ദിർഹമെങ്കിലും വേണ്ടി വരുമെന്ന സ്ഥിതി. ചില വിമാന കമ്പനികളുടെ വെബ്സൈറ്റിൽ നിരക്ക് അല്പം കുറച്ച് കാണിക്കുന്നുണ്ട്. പക്ഷേ വിവരങ്ങൾ നൽകി മുന്നോട്ട് പോകുമ്പോൾ 30 കിലോ ലഗേജ് വേണമെങ്കിൽ അധികമായി തുക നൽകണമെന്നും നേരിട്ടുള്ള വിമാനത്തിന് കൂടിയ നിരക്കാണെന്നും ഇതിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. 10-20 മണിക്കൂറെടുത്ത് കണക്ഷൻ വിമാനങ്ങളാണ് പലരും തിരഞ്ഞെടുക്കുന്നത്. പക്ഷേ ഈ ഒരു താരതമ്യം നടത്തുമ്പോൾ അല്പം കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് കിട്ടുന്നുണ്ട് എങ്കിൽ പോലും 100-200 ദിർഹത്തിൻ്റെ വ്യത്യാസമേ വരുന്നുള്ളൂ. ചെറിയ കുട്ടികളുമായി യാത്ര ചെയ്യുന്നവർ മറ്റേതെങ്കിലും സെക്ടറുകൾ വഴി മണിക്കൂറുകളോളം യാത്ര ചെയ്യുക എന്നൊരു തീരുമാനത്തിന് നിൽക്കില്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു താല്പര്യം കാണിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ വിമാന കമ്പനികൾക്ക് അത് വലിയ നേട്ടമുണ്ടാക്കുന്നു. ഇതിലൂടെ പല യാത്രക്കാരും കൂടിയ തുക നൽകി യാത്ര ചെയ്യാൻ നിർബന്ധിതരാകുന്ന അവസ്ഥ. മറ്റു ചില വിമാന കമ്പനികൾ കുറഞ്ഞ നിരക്കിൽ യാത്ര ചെയ്യാമെന്ന് വാഗ്ദാനം ചെയ്ത് ഓൺലൈൻ പരസ്യം നൽകി ജനങ്ങളെ വഞ്ചിക്കുന്നുമുണ്ട്. കൊച്ചിയിലേക്ക് 650 ദിർഹത്തിന് യാത്ര ചെയ്യാമെന്ന പരസ്യം കണ്ട് ഉടൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ എത്തിയവർക്കും വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് ഇതിലൂടെ കിട്ടുന്നത്. ജൂൺ 3-ാം വാരം മുതൽ ജൂലൈ 2-ാം വാരം വരെ വൺ വേക്ക് തന്നെ 2500 ദിർഹം വരെയാണ് എയർലൈനുകൾ ഈടാക്കിയിട്ടുള്ളത്. എന്തായാലും ഇത്തരത്തിൽ നാട്ടിൽ വന്ന് ഇപ്പോൾ നമുക്കറിയാം ഈ ഒരു വെക്കേഷൻ സമയം, ഈ ഏപ്രിൽ മെയ് മാസങ്ങൾ, അത് കഴിഞ്ഞ് ജൂണിൽ സ്കൂൾ തുറക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും മടങ്ങിപ്പോകുന്ന അവസ്ഥ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം, അതായത് പ്രവാസികളുടെ മടങ്ങിപ്പോക്ക് മുന്നിൽ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നിരക്ക് വർധന ഇത് ആദ്യമായിട്ടല്ല. നേരത്തെയും വിമാന കമ്പനികൾ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ട്. അത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് ഏൽപ്പിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. എന്തായാലും വിമാന കമ്പനികൾ ഇത്തരത്തിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടുന്നത് UAE-യിലെത്തുന്ന പ്രവാസി കുടുംബങ്ങൾക്കും, അല്ലെങ്കിൽ ഈ ഒരു മാർഗം, വിമാന മാർഗം നാട്ടിലേക്കും അല്ലെങ്കിൽ തിരിച്ച് ഈ പ്രവാസ ലോകത്തേക്കും എത്താൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ കനത്ത തിരിച്ചടിയാകുന്നു എന്നത്, അത് അവരെ സംബന്ധിച്ച് വലിയൊരു ബുദ്ധിമുട്ടാകുന്നു എന്നതുമാണ് ഇവിടെ ഏറ്റവും പ്രയാസമുളവാക്കുന്ന കാര്യം.